ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു സദ്യ റെസിപ്പി അല്ലെങ്കിൽ ഓണം സ്പെഷ്യലൊക്കെ ആയിട്ടുള്ള വെള്ളരിക്ക പുളിശ്ശേരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കോമൺ ആയിട്ട് അല്ലാത്തപ്പോഴും വീട്ടിൽ തയ്യാറാക്കാറുള്ളതാണ്. അപ്പോൾ ഇത് അറിയില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക, എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോയുടെ ഏറ്റവും അടിയിലായിട്ട് കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഇടയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടണും കൂടി വരും, അതും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള വെള്ളരിക്കയുടെ പകുതി പോർഷൻ വേണം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 3-4 പച്ചമുളക് വേണം, കറിവേപ്പില, പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണം, ഒരു അരക്കപ്പ് വെള്ളം, മീൻസ് അര ഗ്ലാസ് വെള്ളം വേണം. ഇതെല്ലാം കൂടി നമുക്കൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കണം. പിന്നെ വെള്ളരിക്കയ്ക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളരിക്ക വേവാനായിട്ട് അധികം വെള്ളം നമുക്ക് വേണ്ട, അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം മതി. ഇനി നമുക്ക് ഇത് യോജിപ്പിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഞാൻ ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മൂടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ തേങ്ങ അരയ്ക്കാനായിട്ട് ഞാൻ 1 മുറി തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്, 1 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു 3-4 ചെറിയുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3-4 കറിവേപ്പില. ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി ഒഴിവാക്കാം. ചെറിയുള്ളി ചേർത്തിട്ടുണ്ടെങ്കിൽ കറികൾ പെട്ടെന്ന് കേടാവുമെന്ന് ഇങ്ങനെ പറയാം. പക്ഷേ പുളിശ്ശേരി അങ്ങനെ പെട്ടെന്നൊന്നും കേടാവില്ല, കാരണം നമ്മൾ തൈര് ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കേടൊന്നും ആവില്ല. 2-3 ദിവസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളരിക്കയുടെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ആ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നമുക്ക്. അപ്പോൾ ഇവിടെ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തൈരൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ തൈര് തേങ്ങയുടെ സെയിം അളവ് തന്നെ എടുത്തേക്കുന്നത്, 1 കപ്പ് എന്നുവെച്ചാൽ 1 ഗ്ലാസ്സാണ് ഈ 1 കപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തൈര് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചിട്ടാണ് ഞാൻ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഈ തൈരും ചേർത്ത് കൊടുത്ത് മിക്സാക്കി നോക്കാം. നന്നായിട്ട് തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് നന്നായിട്ട് തിക്കായിട്ടല്ല കിട്ടുന്നത്, കുറച്ച് ലൂസായിട്ട് കിട്ടണം. അല്ലെങ്കിൽ ഈ കറി തണുക്കണ സമയത്ത് ഇതൊന്ന് തിക്കാവും, അപ്പോൾ ആകെ കുറുകിപ്പോവും. അപ്പോൾ നമുക്ക് ആദ്യമേ കുറച്ച് ലൂസായിട്ട് ഈ ഒരു പരുവത്തിന് നമുക്ക് എടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ തൈര് ചേർത്തിട്ട് ഒരു കാരണവശാലും നമ്മുടെ കറി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മോര് കറിക്ക് എന്തോരം ഉപ്പ് ചേർത്താലും ഉപ്പ് കുറവായിട്ട് നമുക്ക് ഫീൽ ആവുള്ളൂ, അത് നമ്മൾ ആ തൈര് ചേർക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് കുറച്ച് ഉപ്പ് എപ്പോഴും മോര് കറിക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് വറവിടാം. വറവിനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ വേണം, 1.5 ടീസ്പൂൺ കടുക് വേണം, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില. ഇത്രയാണ് വേണ്ടത് നമുക്ക്. ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉലുവ ഇട്ടെടുത്തു. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ ആ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ മുളക് പൊടിയൊക്കെ ഒന്ന് താളിച്ച് ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഈ കറി തണുക്കണ സമയത്ത് നന്നായിട്ട് നമുക്ക് കുറുകി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമ്മൾ കുറച്ച് ലൂസായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഈ കറി പിറ്റേന്നത്തേക്കൊക്കെ കൂട്ടാനായിട്ടാണ് നല്ല ടേസ്റ്റ്. നമ്മളെപ്പോഴും മോര് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തലേന്നാണ് ഉണ്ടാക്കി വെക്കാറ്. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഇനി ഞാൻ ഇതുപോലുള്ള നാടൻ വിഭവങ്ങളായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.